ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഈ ദലിത് സാമൂഹിക രാഷ്ട്രീയ നേതാക്കളെ ഏത് വിധമാണ് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ എന്തിന് പുറത്താക്കുന്നു എന്നുള്ള ഉത്തമ ഒരു ഉദാഹരണ സഹിതമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏക MLA-യുടെ മകനാണ് ഞാൻ. എനിക്ക് ആവശ്യപ്പെടാം. മുൻ പഞ്ചായത്ത് മെമ്പറാണ്. ഈ ഡാർവിൻ എന്നെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് അയച്ച ഭീഷണി സന്ദേശം സ്വതന്ത്ര സമര സേനാനി കാരൂരിൽ ഗോപാലമുള്ള സ്മാരക കോൺഗ്രസ് ഭവൻ നമ്മുടെ ആരാധ്യനായ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യപ്പെട്ട 1 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. ആ പാർട്ടി ഓഫീസിന്റെ നെയിം ബോർഡിനകത്ത് കരിയോയിൽ വാരി തേച്ച് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യേറ്റം ചെയ്തു. താക്കോൽ എടുത്തുകൊണ്ട് പോയി, മിനിറ്റ്സ് എടുത്തുകൊണ്ട് പോയി, വേറെ കൂട്ടി. ഈ സുരേഷ് ചന്ദ്രൻ അടക്കമുള്ള കാരാളുമുക്ക് ടൗൺ വാർഡിൽ ജയിച്ച സുരേഷ് ചന്ദ്രൻ സംസ്ഥാന ഭാരകളായിട്ടിരുന്നവരൊക്കെ ഈ കുന്നത്തൂർ നിയമമണ്ഡലത്തിൽ മത്സരിച്ചവർ 65 വോട്ട് 35 വോട്ട് 20 വോട്ടൊക്കെ വാങ്ങിച്ച സ്വന്തം വാർഡിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളോട് ഉണ്ടായിരുന്നു. ആ സമയത്താണ് 80 വോട്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. കർഷക കോൺഗ്രസിന്റെ ജില്ലാ നിയോജകമണ്ഡലം പ്രസിഡന്റ് കലാധരൻ പിള്ള അദ്ദേഹം റിബൽ മത്സരിച്ചാണ്. RSPക്കെതിരായിട്ട് റിബൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ റിബൽ സ്ഥാനാർത്ഥികളെ പല വാർഡിൽ നിർത്തുകയും ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുശേഷം അവര് നിങ്ങൾ ഇപ്പോൾ പാർട്ടിയിലില്ല. നിങ്ങൾ തുറന്നു കാരാളുമുക്ക് ടൗൺ വാർഡിൽ നിന്ന് ജയിച്ച സുരേഷ് ചന്ദ്രൻ 6ാം വാർഡില് മത്സരിക്കുന്ന UDFന്റെ RSPയുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ഞാൻ ഈ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ എന്നെ സ്നേഹിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരുമുള്ള ഈ നാട്ടിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നണി സംവിധാനങ്ങളൊന്നും ഇല്ലാതെ സ്വതന്ത്രനായി മത്സരിക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംഭവം കൊല്ലം ജില്ലയിൽ കൊല്ലം DCC ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു വ്യക്തിക്കെതിരെ, അതായത് 30 വർഷമായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രവർത്തിച്ച് ആ പാർട്ടിക്കുള്ളിൽ വരുന്ന കേസുകൾ പോലും, ആ കേസുകളിൽ പ്രതിയായിരുന്നിട്ട് പോലും ആ പാർട്ടിയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം പോലും പേരിന് മാത്രം നൽകിക്കൊണ്ട്, അതായത് ഞാൻ 1987 ശാസ്താംകോട്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ KSUവിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം KSUവിലും യൂത്ത് കോൺഗ്രസിലുമായിട്ട് 30 വർഷത്തോളം ഞാൻ പ്രവർത്തിച്ചു വരികയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് നിന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പ് വരെ, ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് 2025 നടക്കുന്ന ഈ ഒരു തിരഞ്ഞെടുപ്പ് വരെ ഞാൻ നിന്നിരുന്നത്. പക്ഷേ എനിക്ക് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയും നാൾ ഞാൻ നിന്നെങ്കിലും എനിക്ക് ഈ എടുത്തു പറയത്തക്ക ഒരു പ്രധാന ഒരു പോസ്റ്റ് പോലും തരാത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും. കാര്യം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തേവലക്കര ഡിവിഷൻ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. എന്നോടൊപ്പം ഈ കൊല്ലം ജില്ലയിൽ മത്സരിച്ച് പരാജയപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ പാർട്ടി പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നിയമിക്കുകയും ജില്ലാ സെക്രട്ടറിമാരായിട്ട് പോലും പലരെയും നിയമിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷേ എനിക്ക് ഈ എടുത്തു പറയത്തക്ക ഒരു സ്ഥാനവും തരാതിരിക്കുകയും ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ളൊരു പോസ്റ്റാണ് എനിക്ക് തന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നേ വരെ DCC പ്രസിഡന്റിന്റെ ഒപ്പിട്ട ലെറ്റർ ഹെഡിൽ എന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആക്കി എന്നുള്ളൊരു കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരു കുടുംബം കൊല്ലം ചവറ ശങ്കരമംഗലം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചവറ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ആ ഒരു വിഷയത്തെക്കുറിച്ച് തുടരെ വീഡിയോകൾ ഇട്ടുന്നതാണ്. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരം, പോലീസ് മാർച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് വിശദാംശങ്ങൾ മൊത്തം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട കലാധരൻ പിള്ള ഇവർ രണ്ടുപേരും പഞ്ചായത്ത് മെമ്പർമാരാണ്. ബാക്കിയുള്ള ഔദ്യോഗിക ഇപ്പം പാർട്ടിക്കകത്തില്ലേ, പാർട്ടിയുടെ മെമ്പറല്ലേ? സുരേഷ് ചന്ദ്രൻ പാർട്ടിയുടെ മെമ്പറാണ്. സുരേഷ് ചന്ദ്രനായിട്ടുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവരൊക്കെ ഇത്രയും വ്യക്തമായിട്ടുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ ഒഴിക്കുന്നതിനുള്ള ഫോട്ടോസോ വീഡിയോസോ അവര് തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കിടക്കൂല്ലോ. ഈ സുരേഷ് ചന്ദ്രൻ അടക്കമുള്ളവര് സോഷ്യൽ മീഡിയയിലെല്ലാം ഞങ്ങൾ മിനിറ്റ്സ് ബുക്ക് കവർന്ന് എടുത്തിരിക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഈ പാർട്ടി ഓഫീസ് പൂട്ടിയിരിക്കുകയാണ്. പാർട്ടി ഓഫീസ് മുഴുവൻ ചീമൊട്ട എറിഞ്ഞ് നശിപ്പിച്ചു. DCC സെക്രട്ടറിമാരെ ചീമൊട്ട എറിഞ്ഞു, മണ്ഡലം പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പടിഞ്ഞാറക്കളുടെ കോൺഗ്രസ് ഭവനിൽ അരങ്ങേറിയ ദൃശ്യങ്ങൾ അവര് തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പം ഈ പറയപ്പെട്ട അവർക്ക് എതിരെ ഒരു നടപടി എടുക്കാതെ പാർട്ടിക്കകത്തില്ലാത്ത ഔദ്യോഗികമായിട്ട് ഒരു ഭാരവാഹികളോ അല്ലാത്ത ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത് പുകമറ സൃഷ്ടിച്ചിരിക്കുകയാണ് DCC പ്രസിഡന്റ്. DCC പ്രസിഡന്റിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്. കേരളത്തിൽ 14 DCC പ്രസിഡന്റിൽ ഏറ്റവും മോശം DCC പ്രസിഡന്റ് ആണ് കൊല്ലത്തെ DCC പ്രസിഡന്റ്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ പ്രിയപ്പെട്ട KM ഷാജഹാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ ശരിയാണ്. അദ്ദേഹത്തിന് ഈ പാർട്ടി എങ്ങനെ നയിക്കണം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല.
പറയുന്നില്ല. വലിയ വിജയം കൊല്ലത്ത് നേടിയെന്നാണ് പറയുന്നത്. എന്ത് വിജയമാണ് കൊല്ലത്ത് നേടിയത്? കൊല്ലം കോർപ്പറേഷൻ വിജയിച്ചതിനകത്ത് ഈ DCC പ്രസിഡന്റ് എന്ത് പങ്കാണുള്ളത്? DCC പ്രസിഡന്റിന്റെ പഞ്ചായത്ത് അട്ടപടലം പൊട്ടിപ്പോയത്. ഈ DCC പ്രസിഡന്റിന്റെ അസംബ്ലി നിയോജക മണ്ഡലം പൂർണ്ണമായിട്ടും LDFന്റെ കയ്യിലായി പോയില്ലേ? കൃത്യമായി ഈ വ്യക്തിയെ പുറത്താക്കിയതിൽ കൊല്ലം DCC ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നീക്കങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ഒരു പാർട്ടിയിൽ നിന്ന് ഒരു വ്യക്തിയെ പുറത്താക്കുമ്പോൾ സാമാന്യം ആ വ്യക്തിക്കെതിരെ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ആ പാർട്ടിയിൽ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ആ പാർട്ടിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കണം. ആ അന്വേഷണ അടിസ്ഥാനത്തിൽ ആ കാരണങ്ങൾ സഹിതം അദ്ദേഹത്തിന് ലെറ്റർ കൊടുക്കണം. ആ ലെറ്റർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തെ പുറത്താക്കേണ്ടത്. അതൊന്നും ആ ഒരു രീതിയിലുള്ള ഒരു പ്രോട്ടോക്കോളും അവിടെ നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഈ കൊല്ലം DCC ആയിട്ട് ബന്ധപ്പെട്ട് അനേകം പ്രശ്നങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണോ ആ പ്രശ്നം ഉണ്ടാക്കിയത് അവർക്കെതിരെ യാതൊരുവിധ നടപടി എടുക്കാതെ ഈ ദിനകർ കോട്ടക്കുഴി എങ്ങനെയാണ് പുറത്താക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ആ പാർട്ടിക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം സപ്പോർട്ടുള്ള വ്യക്തികളുണ്ട്. ഒരിക്കലുമല്ല. നിങ്ങൾ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ? DCC പ്രസിഡന്റ് നിങ്ങൾ എപ്പോഴെങ്കിലും DCC പ്രസിഡന്റിനെതിരെ എവിടെ ഉന്നയിച്ചിട്ടുണ്ട്? പാർട്ടി ഫോറത്തിൽ തന്നെ, പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ തന്നെ ഈ അടുത്തിടെ ഞാൻ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. DCC പ്രസിഡന്റിന് എതിരായിട്ട് തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടത്. കാര്യം അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളിൽ വലിയ പരാജയം പാർട്ടിക്ക് ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ തന്നെ. ഇപ്പൊ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയയിലല്ലല്ലോ ഇടേണ്ടത്. നിങ്ങളുടെ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടി, നല്ലോണം അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പാർട്ടി, നിങ്ങളുടെ പാർട്ടിക്കുള്ളിലല്ലേ പറയണ്ടേ? സോഷ്യൽ മീഡിയയിൽ ഒരു ജില്ലയുടെ പ്രസിഡന്റിനെ, നിങ്ങളുടെ KPCC അംഗീകരിച്ചു വിട്ടേക്കുന്ന ഒരു ജില്ലയുടെ പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത് തന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ? പോസ്റ്റ് ഇടക്കമല്ല. കാര്യം പാർട്ടിയിൽ ചർച്ച നടക്കുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തുന്നത്, അല്ലാതെ പോസ്റ്റായിട്ട് ഇടുകയല്ല. അല്ല, നിങ്ങൾ ഇപ്പോൾ എന്നോട് തന്നെ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റ് ഇടുക, അത് തന്നെ പാർട്ടി വിരുദ്ധമല്ലേ? പാർട്ടി വിരുദ്ധമല്ല. കാര്യം ഉൾപാർട്ടി ജനാധിപത്യം, പാർട്ടിക്കാർ മാത്രമുള്ള ഗ്രൂപ്പ്, അതിനകത്ത് നടക്കുന്ന ചർച്ചകൾ ഒരിക്കലും പുറത്തു പോകത്തില്ല. കാര്യം പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ മാത്രമുള്ള ഗ്രൂപ്പാണ്. ആ പറയപ്പെട്ട ഗ്രൂപ്പുകളിൽ DCC പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകളുണ്ട് എന്ന് പറയുന്നുണ്ട്. കാര്യം അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പടിഞ്ഞാറേക്കല്ലട കോൺഗ്രസ് ഭവനിനകത്ത് കയറി കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ കഴുത്തിന് പിടിച്ച ഒരു സംഭവം ഉണ്ടായി. അതിനെതിരായിട്ട് പടിഞ്ഞാറേക്കല്ലട ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കഴുത്തിന് പിടിച്ചു. ആ കഴുത്തിന് പിടിച്ചെതിരെ നടപടി ആവശ്യപ്പെട്ടു. ഫിലിപ്പ് പാർട്ടിയിലുണ്ട്. ഫിലിപ്പ് പാർട്ടിയിലുണ്ട്. പാർട്ടിയിൽ ഫിലിപ്പുണ്ട്. നടപടി വന്നില്ല. ഈ പാർട്ടി ഓഫീസ് തകർത്തതിനകത്ത് ഫിലിപ്പുണ്ട്. ഫിലിപ്പിനെതിരെ നടപടി വന്നിട്ടില്ല. പാർട്ടിക്കുള്ളിൽ തന്നെ വളരെയധികം ആൾക്കാർ ഈ നിലവിൽ DCC ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് DCC ഓഫീസ് പ്രസിഡന്റിന് എതിരെ നിൽക്കുന്നവരുണ്ട്. ഈ ഷാജഹാനെ പോലെയുള്ള വ്യക്തികൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും എന്തുകൊണ്ട് ഇദ്ദേഹം പുറത്താക്കി എന്നുള്ളതിന്റെ കാരണത്തിലേക്ക് നമുക്ക് വരാം. അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ പാർട്ടിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രമാത്രം അക്രമാസക്തമുള്ള വ്യക്തികളെ മുഴുവൻ സംരക്ഷിക്കുകയും അത് ചോദ്യം ചെയ്യുന്നവർ എങ്ങനെയാണ് പുറത്താക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഇത് നിലവിൽ പാർട്ടിക്കുള്ളിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് പാർട്ടിക്കുള്ളിലുള്ളവർ ഒരു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. പക്ഷെ കാരണം ഇതൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിന് ഉപോത്ഫലമായ ചില കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മറ്റൊരു കാരണം പറയുന്നത്, നിങ്ങളുടെ വാർഡിലുള്ള തന്നെ നിങ്ങളുടെ ബൂത്ത് പ്രസിഡന്റുമാര്, വാർഡ് പ്രസിഡന്റുമാര് അവർക്കെതിരെ വ്യാജമായിട്ട് പോലീസ് പരാതികൾ കൊടുക്കുക, നിരന്തരം കംപ്ലൈന്റ് കൊടുക്കുക, അടിച്ചെന്ന് പറയുക, പിടിച്ചെന്ന് പറയുക, ചീത്ത വിളിച്ചെന്ന് പറയുക, അങ്ങനെയുള്ള നിരവധി കംപ്ലൈന്റുകൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരെ നിങ്ങൾ കൊടുത്തതായിട്ട് അവർ പറയുന്നു. സത്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. 20 ദിവസം ചവറ ശങ്കരമംഗലത്ത് എൻ്റെ വാർഡിലുള്ള ആദിവാസി കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ അടക്കം, 7 വയസ്സുള്ള മകളെ അടക്കം, സ്ത്രീകളെ അടക്കം ലഹരി സംഘങ്ങൾ കയറി ആക്രമിച്ചു. വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടായ സംഭവമായിരുന്നു. ആ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടുകയും അതിനകത്തുള്ള 18 പ്രതികളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും 15 പേരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ റിമാൻഡിൽ പോയ പ്രതികൾ ജാമ്യത്തിൽ തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഇവർ എൻ്റെ പ്രദേശത്തുള്ള കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന, എൻ്റെ പ്രദേശത്തുള്ള ഈ പറയപ്പെട്ട ലഹരി ഉപയോഗിക്കുന്ന ഒരു സംഘം ആൾക്കാർ എൻ്റെ പ്രദേശത്തുണ്ട്. അവരുമായിട്ട് ചേർന്നുകൊണ്ട് എനിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പാർട്ടിക്കാരാണ്. പാർട്ടിയിലെ ഔദ്യോഗിക ഭാരവാഹിയായിട്ടുള്ള ബ്ലോക്ക് സെക്രട്ടറി ഒരു ഡാർവിൻ, മുൻ പഞ്ചായത്ത് മെമ്പറാണ്. ഈ ഡാർവിൻ എന്നെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് അയച്ച ഭീഷണി സന്ദേശം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ അതിന്റെ ഓഡിയോ സന്ദേശം അടക്കം ഞാൻ DYSPക്ക് പരാതി കൊടുത്തു. കാരണം നമുക്ക് ടൗൺ വാർഡിൽ നിന്ന് മത്സരിച്ച് ഇപ്പൊ ജയിച്ച സുരേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്നെ വലിച്ചു കീറി അടിച്ചു കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട വോയിസ് ഞാൻ DYSPക്ക് കൊടുത്ത് പരാതി കൊടുത്തു. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലും എനിക്കെതിരെ അക്രമം ഉണ്ടായി. ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. ഈ പടിഞ്ഞാറക്കണ്ട കോൺഗ്രസ് ഭവൻ ആക്രമിച്ചതിന്റെ പ്രതിഷേധ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചു.
അതിന് ഞാൻ പരാതി കൊടുത്തു. അപ്പൊ ഉപദ്രവങ്ങൾ ഏക്കുമ്പം സ്വാഭാവികമായിട്ടും പരാതികൾ കൊടുക്കണം. ആരാണ് ഉപദ്രവിച്ചത്? എന്നെ ഉപദ്രവിച്ച ഇതിനകത്ത് കോൺഗ്രസ്മാന്റെ മുന്നിൽ വെച്ച് എന്നെ ഉപദ്രവിച്ചത് പാർട്ടി പ്രവർത്തകനല്ല, ഇവർ ഈ പാർട്ടിക്കാർ കൊണ്ടുവന്ന ഗുണ്ടയാണ്. അത് നിങ്ങളുടെ ആരോപണമാണ്. ആ ഗുണ്ടയാണ്, ആ ഗുണ്ട എന്ന് പറഞ്ഞ സാവിന എന്ന് പറഞ്ഞ ആൾ എന്നെ ഉപദ്രവിച്ചത്. ആ ആളിനെതിരായിട്ട് ആരോപണം അവർ പറഞ്ഞാലോ? അല്ലല്ല, അട്രോസിറ്റി ആക്ട് പ്രകാരം ഡിവൈഎസ്പി കേസെടുത്തിട്ടുണ്ട്. അന്ന് ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആദിവാസി കുടുംബത്തെ നാഗലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അദ്ദേഹത്തിന് അവരുടെ മക്കളും അവരെയൊക്കെ അവിടെയുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ ശല്യം ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപദ്രവിക്കുന്നു. കഴിഞ്ഞ ഓണം ദിവസമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് 18ഓളം ആൾക്കാരെയാണ് പ്രതി ചേർത്തുകൊണ്ട് അട്രോസിറ്റി വകുപ്പ് പ്രകാരം, അതിൽ ഒരു SI സെലക്ഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം ശക്തമായ രീതിയിൽ ആ ഒരു കുടുംബത്തെ സംരക്ഷിച്ച ഈ വ്യക്തിയെ ഏത് രീതിയിലാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കൊല്ലം DCC ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് ദലിത് സമൂഹത്തെ എങ്ങനെയാണ് ഇവർ കാണുന്നത് എന്നുള്ളത് ഉത്തമ ഉദാഹരണമാണിത്. ഇതിന്റെ കാരണം തന്നെയാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫിലിപ്പാണ് മണ്ഡലം പ്രസിഡന്റ് കഴുത്തിന് പിടിച്ചത്. ഈ ഫിലിപ്പിന് എതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക വിഭാഗം നൽകിയ പരാതിയുടെ പേരിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. KPCCക്ക് പോലും പരാതി കൊടുത്ത് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ നിങ്ങൾക്കെതിരെ എടുത്തേക്കുന്ന നടപടി കൃത്യമായിട്ട് ഒരു അന്വേഷിച്ചിട്ടാണ് നടപടി എടുത്തതെന്നാണ് ഞാൻ കോൺഗ്രസ് നേതൃത്വം. ഒരന്വേഷണം തന്നില്ല. എനിക്കെതിരായിട്ട് എടുത്ത നടപടി അന്വേഷണം അവർ നിങ്ങൾ അറിഞ്ഞ കാണത്തിൽ അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തി എനിക്കെതിരായിട്ടുള്ള തെളിവ് എന്ത് നിങ്ങളെ കേട്ടില്ലെന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കേട്ടില്ല. ഒരു ഷോക്കോസ് നോട്ടീസ് തരണ്ട ഒരാളുടെ പുറത്ത്. ഞാൻ 30 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്ന ഒരാളാണ്. ഒരു ബ്ലോക്ക് സെക്രട്ടറി എന്ന് അവർ പറയുന്നു, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് നിങ്ങൾ പറയുന്നു. എന്തായാലും സ്ഥാനം ഏതായാലും തർക്കത്തിലിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെ, അത് ഏതായാലും കോൺഗ്രസിന്റെ 30 വർഷമായിട്ട് നിരവധി പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരികയും ഇദ്ദേഹം കൊല്ലം ജില്ലയിൽ ചവറ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ചുകൊണ്ട് യാതൊരു തെറ്റും ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് പ്രതിഷേധം തന്നെ അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു നീക്കത്തിലേക്ക് അദ്ദേഹം പോകുന്നത്. യാതൊരു കാരണവശാലും അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കേരളത്തിന് ആവശ്യമുണ്ട്. പകരം ഇപ്പം LDFൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. രക്തസാക്ഷികളെ വരെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന ഒരു കേരള സർക്കാരാണ് നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയാണ് കേരളം സംരക്ഷിക്കുന്നത്. പകരം സത്യസന്ധതയോടെ യാതൊരുവിധ സാമൂഹിക മര്യാദ ലംഘനങ്ങളും നടത്താത്ത നല്ല നല്ല രാഷ്ട്രീയ നേതാക്കളെ ഒതുക്കിക്കൊണ്ട് കള്ളനും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുമായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തടയിടണമെങ്കിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.